ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് താൻ ഗർഭിണിയാണെന്ന് വേദ അറിയാണ്. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. കുഞ്ഞിന് ഒരിക്കലും വിക്രമിൻ്റെ കുഞ്ഞ് നിനക്ക് ഉണ്ടാവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ. ആ കാര്യമൊക്കെ വേദയുടെ മനസ്സിലേക്ക് വരികയാണ്. വേദ ആകെ പേടിച്ച് ഇറക്കിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അച്ഛൻ്റെ ഫോൺ, പള്ളിയിൽ അച്ഛൻ്റെ ഫോണിലേക്ക് ആരോ കോൾ ചെയ്യാണ് കേട്ടോ. കോൾ ചെയ്തിട്ട് വിക്രം അറസ്റ്റിലായ കാര്യം അറിയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വേഗം തന്നെ വേദന മുറിയിലേക്ക് വരികയാണ്. വേദന മുറിയിൽ വന്ന് നോക്കുമ്പോൾ വേദ അവിടെ ഇല്ല കേട്ടോ. കാരണം വേദ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവരൊക്കെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമല്ല, പിന്നെ ഒരു സീൻ കാണിക്കുന്നത് കോടതിയിലെ സംഭവങ്ങളൊക്കെയാണ്. കമലാമ്മയും മാഷും വിശ്വനും ശ്രീജയും അതുപോലെ നമ്മളെ ശങ്കരനാരായണൻ ഒക്കെ എല്ലാവരും വിക്രമിൻ്റെതായിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് ശങ്കരനാരായണനെ വെല്ലുവിളിക്കുന്നുണ്ട്. വേദനയും വിക്രമിൻ്റെയും പുറകെ നടന്നുകൊണ്ടുള്ള നിൻ്റെ ഈ ഒരു കളിയൊന്നും ഇനി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ശങ്കരനാരായണൻ പറയുമ്പോൾ അതിന് നിങ്ങളുടെ സമ്മതം ആർക്കാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. ഈ യുദ്ധത്തിൽ എനിക്ക് കൂട്ടായിട്ട് ഒരാളുണ്ട്, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ദർശനാണ് കേട്ടോ. ദർശൻ ശ്രീകാന്തിൻ്റെ കൂടി അച്ഛനെ കൊന്നതിലുള്ള പ്രതികാരം ആയിട്ട്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ദർശനെ കണ്ട് സംസാരിക്കാനൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഒരുമിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ വേദ ഒരു തീരുമാനം മാറ്റാണ്. അപ്പോൾ മാഷും കമലാമ്മയ്ക്ക് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെ കൊണ്ടുവരുന്ന സമയത്ത് ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും അവർ പോലീസുകാർ സമ്മതിക്കുന്നത്. നേരെ കോടതിയിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് കയറി വാദിക്കാനും അങ്ങനെയുള്ളതിനുള്ള ധൈര്യമൊന്നുമില്ല. കാരണം കുഞ്ഞിനെ അപകടപ്പെടുത്തിയാലോ ശ്രീകാന്ത് എന്നുള്ളത്. ഇതേ സമയം ശങ്കരനാരായണനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും വന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദന എവിടെ വെച്ച് കണ്ടാലും ഏത് റോട്ടിൽ വെച്ച് കണ്ടാലും അവിടെ വെച്ച് ഞാൻ അവളെ തീർക്കും. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. നിങ്ങളെ ബുദ്ധിയാണ് സ്വത്തുക്കൾ മുഴുവനും അച്ചാച്ചനെ കൊണ്ട് വേദന പേരിലേക്കും വേദന കൊച്ചിൻ്റെ പേരിലേക്കും എഴുതി വെച്ചിട്ടുള്ളത്. അതൊക്കെ എനിക്കറിയാം. ഇനി ശ്രീകാന്ത് വേറെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. ഇതേ സമയം കോടതിയിൽ ജാമ്യം നിഷേധിക്കുകയാണ് കേട്ടോ. വിക്രമിന് 11 ദിവസത്തേക്ക് സബ് ജയിലിലേക്ക് അയക്കുകയാണ്. ഇനി 18-ാം തീയതിയാണ് അടുത്ത വാദം എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ശങ്കരനാരായണ മാഷോട് പറഞ്ഞിട്ട് സാറില്ല, ഇതൊന്നുമല്ലല്ലോ അവസാനത്തെ കോടതി, നമുക്ക് അപ്പീലിന് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രമ് വരുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന അന്വേഷിക്കുകയാണ്. വേദ എന്തേ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, വേദ വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുകയാണ്. അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ ജയിലിൽ വന്നിട്ട് നിന്നെ കണ്ടോളും എന്ന് പറയുകയാണ്. അതിനുശേഷം ശങ്കരനാരായണൻ പറയാണ്, ഇനി മോൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷും പറയുന്നുണ്ട്, ഏതറ്റം വരെയും പോയിട്ടാലും നിന്നെ രക്ഷിക്കും, എന്ത് വെറ്റി തെളിച്ചിട്ടായാലും നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും എന്ന് തന്നെ പറയാൻ കേട്ടോ. അതുപോലെ ശ്രീനിവാസനും വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തും ചന്ദ്രശേഖരനും ആണല്ലേ പുളിക്കനെ കൊന്നത്, ആ രഹസ്യം അനിയൻകുട്ടൻ അറിഞ്ഞ കാരണമാണല്ലേ അനിയൻകുട്ടനെ അവരില്ലാതാക്കിയെന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് വിലസി നടക്കുകയാണല്ലേ പുറത്ത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ വരുമ്പോൾ വേദനയും കൂട്ടിയിട്ട് സാറ് ജയിലിലേക്ക് വരണം, എനിക്ക് വേദന കാണണം, അതേക്കുറിച്ച് സാറ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് അതിന് പ്രതികാരം ചെയ്യാനൊക്കെ എനിക്കറിയാം, പക്ഷേ അത് വേണ്ട, ഇനി നിയമത്തിൻ്റെ വഴി മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് തന്നെ വിക്രം പറയുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ വന്നിട്ട് പറയാണ്, ഞാൻ VRS എടുക്കുകയാണ്, പക്ഷെ അതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഞാൻ വോട്ടിടും, അത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഇനി എനിക്ക് 3 മക്കളാണുള്ളത്, ഒന്ന് വേദയും ദീപ്തിയും പിന്നെ നീയും എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടായാലും നിന്നെ, എന്തൊക്കെ ചെയ്തിട്ടായാലും നിന്നെ ഞാൻ പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെ അവരിങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വേദ ദൂരെ മാറി മറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാജേട്ടനോട് പറയുന്നുണ്ട്, സോറി രാജേട്ട, എനിക്ക് അവനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ, അനിയൻകുട്ടനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ്. അങ്ങനെ വിക്രം ജീപ്പിൽ കയറി ഇരിക്കുന്ന സമയത്ത് ദർശൻ വരികയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ വിക്രം ദർശൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ദർശൻ പറയുകയാണ്, ഇനി ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പുറത്തിറക്കാൻ പറ്റൂല, എൻ്റെ അച്ഛനെ കൊന്നത് നീയാണെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് ഭയങ്കര സങ്കടമാണ്. വേദയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വന്നിട്ട് ഒരു ഓട്ടോയിൽ കയറാണ് കേട്ടോ. ഓട്ടോയിൽ കയറി നിന്നിട്ട് അയാൾ ചോദിക്കുക എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്ക് ഒരു രൂപല്ലേ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ വേദ പറഞ്ഞ് കുറച്ച് ദൂരേക്ക് പോകണം, എവിടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ വേദ ഹോട്ടലിൽ പോകുന്നുണ്ട്. വിക്രം
ജീപ്പിലും പോകുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഒരേ റൂട്ടിലൂടെ ഒരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിക്രമിനെ കണ്ടു തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാലയിടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രാഫിക് ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത് രണ്ടുപേരെ വണ്ടിയും നിൽക്കുകയാണ് കേട്ടോ. നിൽക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം കാണാതെ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ അതായത് ക്ലൈമാക്സ് എപ്പിസോഡിലെ ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇനി മെയ് 18-ന് സീസൺ 2 തുടങ്ങുമെന്നാണ് നേരിട്ട് തന്നെ ഏഷ്യാനെറ്റിലെ ഷോർട്ടിൽ ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയ് 18 തുടങ്ങി നമ്മൾ പുതിയ എപ്പിസോഡ് ഇട്ട് തുടങ്ങും. അതിനിടയിൽ വേറെ ഏതെങ്കിലും സീരിയൽ നമ്മൾ ആ ഒരു സമയത്ത് ഇടും. പക്ഷെ പവിത്രം സീസൺ 2 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു സീരിയൽ തന്നെ ഇടുള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്